പക്ഷേ തക് ലൈഫ് എന്നല്ല വേസ്റ്റ് ലൈഫ് എന്നോണം പറയാം. ലെജൻഡറി ഡയറക്ടർ എങ്ങനെയാണ് ഔട്ട്ഡേറ്റഡ് ആയതാണോ സ്റ്റോറി ജോയിന്റ് അടിച്ചിട്ടല്ല ഡയറക്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇഴച്ചിലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെ കാട്ടി സ്പീഡ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട്. വെൽക്കം ബാക്ക്. മണിരത്നം, AR റഹ്മാൻ, കമൽ ഹാസൻ, ഇന്ത്യൻ സിനിമയിലെ 3 ലെജൻഡ്സ് ഒരുമിക്കുന്ന എപ്പിക് ഗാങ്സ്റ്റർ ആക്ഷൻ മൂവി തഗ് ലൈഫ്. അപ്പോൾ എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ പടത്തിന് കിട്ടുന്ന ഹൈപ്പോ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സംഭവമൊക്കെ ആയി മാറാനുള്ള എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് മണിരത്നം തഗ് ലൈഫിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചുകൊണ്ട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ തഗ് ലൈഫ് റിവ്യൂ. ഒരു മണിരത്നം മാസ്റ്റർ പീസ് മാജിക് എന്നൊക്കെ പറയണ്ടോ? ജന്മത്താ വാചാമല്ല. മണിരത്നത്തിന്റെ ഒരു പടമായിട്ട് കമ്പയർ ചെയ്ത് ഏറ്റവും വെറുപ്പിന് ലോക വെറുപ്പിന് പടമാണ്. ഇനി അങ്ങനെ ഇതിനേക്കാൾ വെറുപ്പിക്കാനില്ല. ആ ലെവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് കമൽഹാസന്റെ സ്റ്റോറിയും കൂടി ആയതുകൊണ്ടാണോ മോശമായി പോയത്? അതിൽ ബ്രോ സെക്കൻഡ് ഹാഫ് ഒക്കെ കൊന്നു. ഒരു ലോജിക്ക് ഒരു തേങ്ങയില്ല ബ്രോ. അത് കാണരുത്. ഒരു ഔട്ട്ഡേറ്റഡ് ആയി പോയതാണോ? വിഷമമാരാണ് പടം കണ്ടതിന് വിഷമത്തിലാണ് പോണത്. ഓക്കെ, ഫ്രീ ടിക്കറ്റ് തരാന്ന് പറഞ്ഞാലും പോലും അമ്മാതിരി. എവിടെയാണ് പോയത്? മണിരത്നം എന്താണ് ഔട്ട്ഡേറ്റഡ് ആയതാണോ അതോ? മണിരത്നം ഔട്ട്ഡേറ്റഡ് ആയി ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ കാലം പോലുള്ള സാധനം അമ്മാതിരി കൂതറപ്പടം. മേക്കിംഗ് കൊണ്ട് എന്തെങ്കിലും കാണാനുണ്ടോ? മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അളിയാ 300 രൂപ എടുത്തിട്ട് മേക്കിംഗ് കാണാൻ മാത്രം കാണുന്നത്? എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ജില്ലയുടെ ബിഗ് ബഡ്ജറ്റ് വേർഷൻ. ഒരു ഇന്ത്യൻ ടു കങ്കുവ ലെവൽ അപരാധമാക്കിയോ അതോ? കങ്കുവയും ഇന്ത്യൻ ടു ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ കൊള്ളാം. ചേട്ടൻ എങ്ങനെയുണ്ടായത്? എപ്പിക് ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ എന്നാ പറഞ്ഞത്. അല്ല, ട്രെയിലർ കണ്ടപ്പോഴേ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ആ പേടി കറക്റ്റ് തുടക്കം മുതൽ എൻഡ് വരെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട്. പിന്നെ പുള്ളിയുടെ ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും ഈ 4K കല്യാണ വീഡിയോ എടുക്കൂലേ, ഈ മണിരത്നം 4K കല്യാണ വീഡിയോ എടുക്കുന്ന പോലെ പടം മൊത്തം നല്ല ക്വാളിറ്റിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സാധനം ഈ അഞ്ചാനേയും കാട്ടി ഔട്ട്ഡേറ്റഡ്. അഞ്ചാന്ന് പറയുന്ന സിനിമയാണ് ഈ ഗാങ്സ്റ്റർ ലെവലിൽ കൾട്ട് ലെവലിൽ തുടങ്ങിയത്. അതാണ് പടം. അത് തന്നെയാണ് പടം. അതിൽ പ്രത്യേകിച്ച് ഒരു ഹൈ മൊമെന്റ്സ് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ലൈക്ക് ഒരു സീനിലെ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നില്ല. മ്യൂസിക് എലമെന്റ്സ് ഒക്കെ ഭയങ്കര നമ്മൾ ഓഡിയോ ലോഞ്ചിൽ ചിന്മയുടെ ഒരു പാട്ട് കേട്ടില്ല, അതുപോലും പ്രോപ്പറായിട്ട് പടത്തിലില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിലെ എല്ലാ സ്ക്രീൻ പ്ലേ ആയിരുന്നാലും പെർഫോമൻസ് വൈസ് അഭിനയം വരെ ഇപ്പം ഞാനൊന്നും കമൽഹാസനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളി ലെജൻഡാണ്, മണിരത്നം ലെജൻഡാണ്. പുള്ളി അങ്ങനത്തെ പടങ്ങൾ എടുത്തു വെച്ചൊരു വ്യക്തിയാണ്. പക്ഷെ കാലത്തിനനുസരിച്ച് പുള്ളി അപ്ഡേറ്റ് ആയിട്ടില്ല. അമ്മാതിരി ശോകം അപരാധം പടം. ഒരൊറ്റ നല്ല മൊമെന്റ് പടത്തിലില്ല, ഒറ്റ സാധനം പടത്തിലില്ല. ദുൽഖറിന് ബുദ്ധിയുണ്ടെന്നുള്ളത് പുള്ളി ഈ ഒരു പടത്തോടുകൂടി തെളിച്ച്. തഗ് ലൈഫ് സത്യം പറയാനുള്ള ഒറ്റ പാട്ടേ പറയുള്ളൂ. നമ്മൾ 3 ലെജൻസിനെ കാണാൻ വന്നതാണ്. മണിരത്നവും കമൽഹാസനും AR റഹ്മാന്റെ മ്യൂസിക്. ഇത് പ്രതീക്ഷിച്ച് 3 L കാണാൻ വന്നതാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം മൂജിയിട്ടുണ്ട്. പടം നല്ല ഫ്ലോപ്പാണ്. ഒട്ടും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര പാസവും പിന്നെ സ്ഥിരം കണ്ടതും ഒന്നുമില്ല. ഇത് മണിരത്നം എടുത്ത പടം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര കത്തിപ്പടം. ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം. പടം നല്ല രീതിയിൽ പൊട്ടി എന്നുള്ളതാണ്. ദുൽഖറിന് ചെയ്യാൻ പറ്റിയ റോൾ. ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം. ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദുൽഖർ ഒരു വകയില്ല. എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമൽഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. നല്ല രീതിയിൽ പടം, ഒരു സസ്പെൻസും ഇല്ല. ഇരുന്ന് ആ പടം മൊത്തം ഇരുന്ന് കാണണം. പോരാ ബ്രോ, സത്യം കൊള്ളില്ല. പുള്ളിയുടെ പടമൊന്നും അല്ല. ഭയങ്കര കോമഡി ആയിട്ട് വെച്ചിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ വെറും കോമഡിയാണ്. അങ്ങനെ കൃഷിക്കാരനായിട്ടൊക്കെയാണ് പോണത്. ഗാങ്സ്റ്റർ കൃഷിക്കാരനായിട്ട് പോകണം. കുറെ കോമഡി ഉണ്ട്. പുള്ളിയുടെ ചിമ്പുവിന്റെ അഭിനയം കൊള്ളാം, STRന്റെ അഭിനയം കൊള്ളാം. പിന്നെ അങ്ങനെ അത്രയൊക്കെ തന്നെ കമൽഹാസൻ എടുക്കണ്ടായിരുന്നു. ബ്രോ ഒരു കൊള്ളത്തില്ല. പിന്നെ ഇഴച്ചിലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെ കാട്ടി സ്പീഡ് ഇപ്പൊ അത്രയ്ക്ക് ഇഴച്ചില്ല. മണിരത്നത്തിന്റെ ഏറ്റവും കൂടുതലത്തോടെ ഭയങ്കര AR റഹ്മാന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? പുള്ളിയും പോരാ. ആകെ STRന്റെ ഒരു ക്ലൈമാക്സ് അഭിനയം കൊള്ളാം. പിന്നെ കുറെ മാസ് സീൻ ഇട്ടത് ഭയങ്കര ബോറാക്കി കളഞ്ഞു. നമുക്കത് മാസമായിട്ട് അല്ല ചിരിക്കും. നമ്മളെ മാസ് സീൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന ചിരിക്കും നമ്മള്. ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ല, ഗാങ്സ്റ്റർ കൃഷിക്കാരനായിട്ട് പോകും. ഒരു ഇന്ത്യൻ ടു കങ്കോ ലെവൽ അത്ര അപരാധമായി പോയോ? അല്ല, അത്രയ്ക്കൊന്നും. അതിനെ കാട്ടി ആയിപ്പോയി. സ്റ്റോറി ഭയങ്കര ക്ലീശയാണ് ബ്രോ. നമ്മളെ മുമ്പ് കണ്ടിട്ടുള്ള
ഒരു ലെജൻഡറി ഡയറക്ടർ എങ്ങനെയാണ് ഔട്ട്ഡേറ്റഡ് ആയതാണോ സ്റ്റോറി വല്ല ജോയിന്റ് അടിച്ചിട്ട് വല്ല ഡയറക്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് ക്ലൈമാക്സ് എല്ലാം ഒരു പോഷമുണ്ട്. ലാസ്റ്റ് ഈ ചിരിയായിരുന്നു അവിടെ തിയേറ്ററിലൊക്കെ. ദുൽഖറിന് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു? അയ്യോ ഇല്ല, ഇതിൽ ചെയ്യാത്ത നന്നായി. പിന്നെ മണിരത്നത്തിന്റെ ആ ഒരു ബീജിയൊക്കെ ഉള്ളത് എ ആർ റഹ്മാന്റെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കൾട്ട് സിനിമയായിട്ട് കണ്ടിരിക്കുന്നുണ്ടോ? കങ്കു ഒക്കെ കണ്ടിരുന്ന പോലെ മനകൾട്ടാണ് സെക്കൻഡ്. കിടിലായിട്ട് എടുത്തിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. കമലഹാസനും ജോജു ജോർജും ചിമ്പുവും കൃഷിയും ഒരു പാൻ ഇന്ത്യൻ സംഭവം, എല്ലാവരും പാൻ ഇന്ത്യൻ സംഭവം എന്ന് പറയാനുണ്ടോ? എന്തായാലും മണിരത്നത്തിന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അധികം ലാഗൊന്നുമില്ല. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് പടം. നല്ല ആക്ഷനും മാസ് ആക്ഷൻ ആണ്. മാസ് ആക്ഷൻ, ഇൻട്രോണേഷൻ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാമിയൊക്കെ ഉണ്ടോ? സർപ്രൈസ് ദുൽഖർ ചെയ്യാൻ വെച്ച റോളായിരുന്നു STR ചെയ്ത ക്യാമി. അങ്ങനത്തെ റോളൊന്നുമില്ല, സസ്പെൻസ് അങ്ങനെയൊന്നുമില്ല. ഗാങ്സ്റ്റർ പടവും ടോട്ടലി വർക്കാവും. വർക്കാവും. എനിക്ക് വർക്കായിട്ടുണ്ട്, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പടം കാണാൻ വന്നത് ഭയങ്കര ഹൈപ്പായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് പോയി. ഫസ്റ്റ് ഹാഫ് വെരി ഗുഡ്. പക്ഷെ സെക്കൻഡ് ഹാഫ് മൊത്തം ഔട്ട് ഓഫ് സിങ്ക് ആയി. ലോജിക് ഇല്ല, ഒന്നുമില്ല. ഇൻഫാക്ട് സിനിമ തീർന്നില്ല, നമ്മൾ വെളി വന്നു. ഇരിക്കാൻ പറ്റുന്നില്ല. സ്റ്റോറിയാണോ നെഗറ്റീവ് ആയി തോന്നിയത്? സ്ക്രീൻ പ്ലേ തീരെയില്ല, ഭയങ്കര ലാഗ്. സെക്കൻഡ് ഹാഫ് ഇരിക്കാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് ഏതാണ്ട് ഇമോഷണൽ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും വർക്കായില്ല, വർക്കാവത്തില്ല. ഫസ്റ്റ് ഹാഫ് പക്ഷെ കൊള്ളാം. കമലഹാസൻ എങ്ങനെയുണ്ട്? കമലഹാസൻ നല്ല ആക്ടിങ്, പക്ഷേ പോരാ. ഡയറക്ടറിന്റെ ഒരു വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്ത പടമാണ്. പക്ഷേ ഇത് തക് ലൈഫ് എന്നല്ല, വേസ്റ്റ് ലൈഫ് എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മോശമായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പഴയ വീഞ്ഞിൽ പുതിയ കുപ്പികളിൽ പഴയ വീഞ്ഞിനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരെല്ലാം പ്രഷറെല്ലാം മാറി. വളരെ മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് എടുത്തിരിക്കുന്നത്. എ ആർ റഹ്മാന്റെ മ്യൂസിക്കൊക്കെ വരുമ്പോൾ ടോം ആൻഡ് ജെറി കാർട്ടൂണില്ലേ, അതിൽ വരുമ്പോഴത്തെ മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമയായി പോയി. നമുക്ക് ഒരു സീനെങ്കിലും കൊള്ളാന്ന് പറയാനുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ഏറ്റവും വലിയ എസ്കേപ്പ് എന്ന് വേണം പറയാൻ. ദുൽഖർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ട്രോളിക്ക് ഒന്നെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ കണ്ടൽ കട്ടി കൂടെയൊക്കെ കണ്ണാടി വെച്ച് കൂടി ക്ലാസ്സിൽ കൂടെ നടന്നൊക്കെ പോടും. അടുത്തിറങ്ങിയ തമിഴ് സിനിമകളുടെ സ്ഥിര അവസ്ഥ തന്നെ. സ്ഥിര അവസ്ഥയാണ്. അത് പഴയ സെയിം കഥ, ബാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ നമുക്ക് ഈ കഥ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടമടുത്ത സെയിം കഥ പുതിയതായിട്ട് ഈ ലെവലിൽ ഇത്രയും ഗാങ്സ്റ്ററും സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാസ്റ്റിംഗ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ പോയത് 2-3 മണിക്കൂർ പോയത് പോലെയാണ്. കോമഡി ആയിട്ടാണ് കണ്ടിരുന്നത്. അതെ, ഒരു മാസമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് കണ്ടു മറന്ന മാസമാണ്. ഒരുപാട് തവണ വിവേകത്തിലൊക്കെ അജിത്ത് മറ്റേ ഹിമാലയത്തിന് വരൂലേ, അതേപോലെയൊക്കെ ഇതിലുണ്ട്. എത്ര കൊന്നാലും മരിക്കൂല. പക്ഷെ ചിമ്പു അടക്കി പെട്ടെന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞതാവും. ആക്ഷൻ സീൻസ് ഒക്കെ ഭയങ്കര മേക്കിംഗ് ഒക്കെ പക്കയാണ്. പക്ഷേ മണിരത്നത്തിന്റെ ഒരു മാജിക് ഉണ്ടല്ലോ, അത് ഈ പടത്തിലില്ല. ഓക്കെ കൺമണിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് സർട്ടിഫിക്കേഷൻ കിട്ടിയ പടം മണിരത്നം കിട്ടിയിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് ലൈഫ് തന്നെയാണ് പടം. സത്യം പറയാനല്ലോ പോരാ. ഒരു മണിരത്നം ഒരു കമലഹാസന്റെ ഒരു കോംബോയിൽ വരുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കും? ആ സാധനം ഇല്ലായിരുന്നു. ഒരു ഇൻട്രോ സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് പടം പോയ സ്റ്റോറിയാണോ? സ്റ്റോറി നമ്മൾ കണ്ട് മടുത്ത ഗാങ്സ്റ്റർ പടം തന്നെ, അല്ലാതെ ഒന്നുമില്ല. ഇൻട്രോ സീൻ കണ്ടിറങ്ങിയിട്ട് കൊള്ളൂല കേട്ടോ. ഒരുമാതിരി നമ്മൾ കണ്ണുകൊടുത്ത കഥയാണ്, വേറെ പുതുമയൊന്നുമില്ല. മേക്കിംഗ് കൊള്ളാം, എ ആർ റഹ്മാന്റെ മ്യൂസിക്കും കൊള്ളാം. മണിരത്നത്തിന്റെ പോലെ ഒരു പഴക്കമുണ്ട് സിനിമയ്ക്ക്, ഇച്ചിരി നല്ല പഴക്കമുണ്ട്. നായകൻ തൊട്ട് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാം ഈ പടത്തിലുണ്ട്. സെക്കൻഡ് ഹാഫ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, ഒന്നുമില്ല. ക്ലൈമാക്സ് ഉൾപ്പെടെ നമുക്ക് കിടന്നുറക്കമായിരുന്നു സെക്കൻഡ് ഹാഫ്. ഒരുമാതിരി ഒന്നുമില്ല പടത്തിൽ. സ്റ്റോറിയാണോ പോയത് അതോ മേക്കിംഗ് ഉള്ള മേക്കിംഗ് ടോപ്പായിരുന്നു, അതൊന്നും പറയില്ല. പക്ഷെ കഥയിൽ ഒന്നുമില്ല, ഒരു പുതുമയില്ല. സെൻസേഷനായ എ ആർ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ പടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് അല്ല കേട്ടോ, മ്യൂസിക്കും BGM നൈസായിരുന്നു. ആകെ ഞാൻ പറഞ്ഞില്ലേ, കഥ മാത്രമാണ് ഈ പടത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ട്. ദുൽഖർ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ കുറെ ആഗ്രഹിച്ച നല്ല ഇൻട്രോയും നല്ല സ്പേസ് ഉണ്ടായിരുന്നു STR. അപ്പൊ ആ ദുൽഖറിന് ഇട്ടിരുന്നെങ്കിൽ നൈസായിരുന്നു. ദുൽഖറിന് വാങ്ങി കൊടുക്കാനാ ഊക്കല്ല. പക്ഷെ ആർട്ടിസ്റ്റ് എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, അവരവരുടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഥയിലാണ് ആകെ ഒരു പോരായ്മ. കമ്പയർ ചെയ്യണമെങ്കിൽ ഏത് ലെവലിലായിരിക്കും? ഒരു ഇന്ത്യൻ ടു കങ്കുവ ഒക്കെ പോലെ ഭയങ്കര മോശമായോ അതോ? അങ്ങനെയൊന്നുമില്ല. കങ്കുവ ഇന്ത്യൻ ടു മേക്കിംഗ് ഉൾപ്പെടെ എല്ലാം പോരായിരുന്നില്ല. ഇത് അങ്ങനെയല്ല, ഇത് മേക്കിംഗ് ഉള്ളേ. മണിരത്നത്തിന്റെ ഒരു ഫയർ ഉണ്ട് പടത്തിൽ. ഉണ്ട്, മണിരത്ന ടച്ച് ഉണ്ട്. മണിരത്നത്തിന്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു റൊമാൻസും ആ ഒരു ക്യൂട്ട്നെസ്സും പിന്നെ കമലഹാസന്റെ സംഭവം, അതെല്ലാം നമുക്ക് ഫസ്റ്റ് ഹാഫിലുണ്ട്. ബ്രേക്ക് ഇന്റർവെൽ വരെ ഭയങ്കര നല്ല രസമാണ്. പക്ക മണിരത്ന മൂവി. കമലഹാസന്റെ ആ ഒരു ക്യൂട്ട്നെസ്, റൊമാൻസ്, കുറച്ച് നല്ല ക്യൂട്ട് കൗണ്ടേഴ്സ്, അതൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പം ആസ് ദേ ഹാവ് സെഡ്, ഇതൊരു ഗ്യാങ് വാറിൻ്റെ ഒരു മൂവി ആയതുകൊണ്ട് എക്സ്പെക്റ്റഡ് ക്ലൈമാക്സും എക്സ്പെക്റ്റഡ് സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അതൊരു വലിച്ചു നീട്ടലായിപ്പോയി. പക്ഷെ ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട്. സ്ക്രിപ്റ്റിലെ ദിസ് ഈസ് എക്സ്പെക്റ്റഡ്. ഒരു ഗ്യാങ് വാർ മൂവി വരുമ്പം എൻഡ് ഓഫ് ദി ഡേ ഹീറോ മാത്രമേ ജയിക്കത്തുള്ളൂ. പക്ഷെ അതൊരു വലിച്ചു നീട്ടൽ ഒരു സംഭവം. കുറച്ച് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു ആസ് എ ഓഡിയൻസ്.
അപ്പം നമ്മൾ ഡയറക്ടറിൻ്റെ ആ ലെവലിൽ ആലോചിച്ചിട്ട് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒന്ന് കട്ട് ഷോട്ട് ചെയ്യാൻ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയോ സ്റ്റോറിയും മേക്കിംഗ്? ഇല്ല, മേക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് ഭയങ്കര നല്ല രസമായിരുന്നു. ജോജു ജോർജ് ആണെങ്കിലും പുള്ളിക്ക് അങ്ങനെ ഓവർ ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷെ കൊടുത്തത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര നല്ല രസമാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് വന്ന് അതിന്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലായി പോയി. നല്ലൊരു ഇന്ത്യൻ ടു കങ്കോ പോലെ അത്രയ്ക്ക് മോശമായി അത്രയും ഇല്ല, ആ ഒരു എക്സ്ട്രീം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ 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 ബെറ്റർ. മ്യൂസിക് ഒക്കെ എങ്ങനെയാണ്? മ്യൂസിക് അങ്ങനെ ഒരു വലിച്ചു നീട്ടല് പോലെ, പക്ഷെ പ്ലേസ്ഡ് ഇൻ എ ഗുഡ് വേ. ഓക്കെ ഇല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പഴയ സ്റ്റോറി ലൈനാണ് പറയുന്നത്. പിന്നെ കമൽഹാസൻ സാറ് കുറച്ച് ഗ്യാപ്പിന് ശേഷം ആക്ഷൻ സീക്വലൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചിമ്പുവിൻ്റെ ആണെങ്കിലും ഒരു കിടിലം കംബാക്ക് എന്ന് തന്നെ പറയാം. ബാക്കി പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല രീതിക്ക് പോയിട്ടുണ്ട്. സ്റ്റോറി ലൈൻ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നമ്മൾ കണ്ട് ബോറടിച്ച ഇതാണ്. ഈ പെർഫോമൻസും ഈ മ്യൂസിക്കും ക്യാമറ വർക്കും കൂടെ മാത്രമാണ് നമുക്ക് ഈ പടം കാണാൻ സാധിക്കുന്നത്. അല്ല മോശമായിട്ടൊന്നും പറയില്ല, പക്ഷെ മണിരത്നം സാറിൻ്റെ പടം ഇങ്ങനെ അല്ല. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ഈ ചെക്കച്ചന്തവാനം പേട്ട നായകനും കൂടെ എല്ലാം കൂടെ മിക്സ്ചർ ചെയ്ത് എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് സാധനം സെറ്റ് ചെയ്തത്. ക്യാരക്ടർ ശരിയല്ലെന്നാണോ കമൽഹാസന് കൊടുത്തൊരു ബിൽഡപ്പും മാസ്? അത് കാരണം അത് വേണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു രീതിക്കുള്ള സംഭവം ഞാൻ പ്രതീക്ഷയോടാണ് വന്നത്. പക്ഷേ ആ എല്ലാം കൂടെ ഇത് പറഞ്ഞില്ല, എല്ലാവരും മിക്സ്ചറാണ്. പുള്ളിക്കാരൻ്റെ വർക്കും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പിന്നെ അഭിനയം വൈസ് എല്ലാവരും അറിയാലോ, അവർ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, അവർ കിടിലമാണ്. പക്ഷെ ഒരു അത്യാവശ്യം കുറച്ച് സ്റ്റോറിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പടം നല്ല റീച്ച് ആവേണ്ടതാണ്. വൺ ടൈം വാച്ചബിൾ ആണ്. ദുൽഖറിന് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് മിസ്സായെന്ന് പറയുന്നു. ദുൽഖർ വരാറുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം കമൽഹാസൻ സാറിന് വയ്യ, പക്ഷെ പുള്ളിക്ക് ഇത്രയും പ്രായമായിട്ടും പുള്ളി ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ഡയറക്ടറിനും പ്രായം. മണിരത്നം പഴയ കഥകളൊക്കെ കൊണ്ടുവന്ന് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടില്ല. ആരെ സാറിനെ കുറ്റം പറയാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയാം. കമൽഹാസൻ പടത്തിന് ഹൈപ്പും ബുക്കിംഗ് ഒന്നുമില്ല. വിക്രമൊക്കെ ഇറങ്ങിയപ്പോൾ പറഞ്ഞ് കമൽഹാസന്റെ സ്റ്റാർഡം തിരിച്ചു വന്നു, വിജയുടെ മേളിലൊക്കെ അല്ല നമ്മുടെ രജനീകാന്തിന് മേളിൽ വരെ കമൽഹാസനെ വെച്ചിരുന്നു. അപ്പോൾ അല്ല, കമൽഹാസൻ സകലകല വല്ലഭനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ്. പക്ഷേ എനിക്ക് അതിൽ ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ചുംബനരങ്ങാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് സാറിൻ്റെ ഒരു ചുംബനരങ്ങാണ്. അത് ഇപ്പോഴും ഈ പ്രായത്തിൽ അത് സെറ്റായിട്ട് ഞാൻ ആശയം പറയുന്നതല്ല. പിന്നെ ചിമ്പുവിനെ കൊണ്ടുവന്ന് ദുൽഖർ ചെയ്യാനുള്ള വേഷമാണ് ചിമ്പുവിനെ കൊണ്ടുവന്നത്. ചിമ്പുവിൻ്റെ ക്യാരക്ടർ ചിമ്പു ചെയ്തത്, പക്ഷേ ചിമ്പു വരുമ്പോൾ ഒരു BGM ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, എന്തോ പോലെ ബ്രോ നമുക്ക് ബോറായിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര ഹൈപ്പിൽ കണ്ടിട്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. ആ ഒരു ബിൽഡപ്പ് ഒക്കെ നൈസായിരുന്നു. മണിരത്നത്തിന് മാത്രം അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നൽ നമുക്കുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഫുള്ള് കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ചുമ്മാ ഒരു യൂഷ്വൽ റിവെഞ്ച് സ്റ്റോറി ടെംപ്ലേറ്റിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല, വേറെ എന്തൊക്കെയൊക്കെയാണ് രീതിയിലേക്ക് പടം പോയി. മൊത്തത്തിലൊരു കോമഡി ഒന്നുമില്ല. എന്തോ നമ്മളൊരു ഗ്യാങ്സ്റ്റർ ഡ്രാമ വെച്ചിട്ട് ഒരു റിവെഞ്ച് സ്റ്റോറി ടെംപ്ലേറ്റിലേക്ക് പടം അങ്ങ് പോയോ. അത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നിയില്ല. അത് കുഴപ്പമൊന്നുമില്ല, ഒരു 1 ടൈം വാച്ച്. ഗാങ്സ്റ്റർ മൂവി ലാഗ് ആയ ഒരു ഗാങ്സ്റ്റർ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ആ പുള്ളിക്ക് വയസ്സായി, എന്നാലും പുള്ളിയുടെ മാക്സിമം പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്. കമൽഹാസന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ അതുണ്ട്, അത് ഓഫ് കോഴ്സ് പ്രശ്നമായത് അല്ല. പുള്ളിയുടെ ഒരു യുണീക്നെസ്, ഒരു ലാഗ്നെസ് പണ്ടേ ഉള്ളല്ലോ. പുള്ളി ആ ഒരു സ്റ്റൈൽ എന്തായാലും പിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒരു വിജയകരമായ ഒരു ഔട്ട്കം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, എന്തായാലും ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്ത്യൻ ടു ലെവലൊക്കെ ആയിട്ടുണ്ടോ? കൈൻഡ് ഓഫ് കങ്കുവ, അത് ഞാൻ പറയാൻ വന്ന കങ്കുവ ലെവല്, ഇന്ത്യൻ ടു ആ ഒരു ലെവലൊക്കെയാണ്, അത്യാവശ്യം അതൊക്കെയാണ്. പിന്നെ പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ പ്രായമായതിന്റെ ഒരു വിഷയം, എന്നെ എല്ലാവരും കൂടി എടുത്തിട്ട് താങ്ങുമെന്ന് അറിഞ്ഞില്ല. AR റഹ്മാന്റെ ഒരു മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല. പുള്ളി പിന്നെ നമ്മളെ അനുരാഗ് വന്നതുകൊണ്ട് പുള്ളിക്ക് പിന്നെ പഴയ സ്റ്റൈല് പിടിച്ച് പുള്ളിക്ക് അത്യാവശ്യം കുറെ BGM കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ലാഗ് വീഡിയോ, പിന്നെ ഒരു ഇൻട്രോ ഇല്ലായ്മ, പുള്ളിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻട്രോ ഇല്ലായ്മയുണ്ട്. പിന്നെ കഥയും വലിയൊരു നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഇതില്ല, എക്സ്പെക്ടേഷൻ ഇല്ലാതെ വരാം. കണ്ടിട്ട് 1 ടൈം വാച്ച്. ഈ പടം കൊള്ളാൻ ബ്രോ, നമുക്ക് ഒരിക്കൽ കാണാം. കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പടത്തിന് മേക്കിംഗ് കൊള്ളാം, BGM വൈസ് കൊള്ളാം, എല്ലാം കൊള്ളാം. സ്ക്രിപ്റ്റിലാണ് കുറച്ച് പടം പോരായ്മയായി പോയത്. ലൈക്ക് നമ്മൾ ഇത്രയും അടുത്ത സീൻ എന്താണ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ലൈക്ക് അടുത്ത എന്തായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സീനിന്റെ ഡയലോഗ് ഉൾപ്പെടെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പോരായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BGM ആയാലും ലൈക്ക് മണിരത്നത്തിന്റെ കാസ്റ്റിംഗ് ഒക്കെ കൊള്ളാം. ഇപ്പോൾ കമൽഹാസന്റെ ആക്ടിങ് ആയാലും ശരി, സിംബുവിന്റെ ആക്ടിങ്, തൃഷ, അവരെല്ലാം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അകപ്പാടെ പോരാൻ പറ്റിയ സ്ക്രിപ്റ്റിലും മറ്റേ സ്റ്റോറിയിലും മാത്രം. വിഷ്വൽ ട്രീറ്റ് കണ്ടിരിക്കാനുണ്ടോ? അതൊക്കെ കണ്ടിരിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത സീന് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. കാരണം പണ്ടത്തെ അതേ ടെംപ്ലേറ്റിലാണ് പിന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. അല്ലാതെ മേക്കിംഗ് വൈസ് ഒക്കെ ലൈക്ക് എന്തായാലും നല്ലപോലെ ഇപ്പോഴത്തെ സിനിമയ്ക്ക് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ തന്നിട്ടുള്ളത്. മിസ്സായ വിഷമമുണ്ട്.
ഇല്ല ദുൽഖറിന് ആ റോള് ചെയ്തിട്ടില്ല, കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളായിരുന്നു. മണിരത്നത്തിൻ്റെ സ്ക്രീനൊക്കെ കൊള്ളാം, എടുത്ത രീതി ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റോറി നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറിയാണ്. പക്ഷേ വിഷ്വലൊക്കെ അടിപൊളി. മണിരത്നത്തിൻ്റെ ഡയറക്ഷൻ അടിപൊളി. മണിരത്നത്തിന്റെ പ്രായം, കമലഹാസന്റെ പ്രായം, അതൊക്കെയാണോ സിനിമ മോശമായത്? അങ്ങനെയല്ല, അവരിപ്പോഴും മണിരത്നം 1995 90 കാലഘട്ടങ്ങളിലെ പടങ്ങൾ ആ ഒരു ഇതിലാണ് എടുത്തേക്കുന്ന സ്റ്റോറി ഒക്കെ. പക്ഷെ വിഷ്വലായിട്ട് അടിപൊളിയാണ്, വിഷ്വൽ ട്രീറ്റ് ഉണ്ട് പടം. ഡയറക്ടർ ഔട്ട്ഡേറ്റഡ് ആയതല്ല, സ്റ്റോറി പോയതാണ്. ഡയറക്റ്റ് മണിരത്നം കഴിഞ്ഞ 2-3 പടങ്ങളെ ഹിറ്റല്ലേ, അതുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയതല്ല, സ്റ്റോറിയുടെ ഒരു ചെറിയൊരു വീഴ്ച. ഓക്കെ.